CM കോൺഗ്രസിന്റെ പതാകയെക്കുറിച്ച് മാത്രമാണ് വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത്. ലീഗിന്റെ പതാകയെക്കുറിച്ച് വലിയ നിലയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അത് വേറൊരു അന്തർധാരയുടെ ഭാഗമാണോ? അല്ലല്ല, ലീഗിന്റെ പതാകയെ പറ്റി പറയാതിരിക്കുന്നത് വെച്ചാൽ ലീഗിന്റെ പതാക വെക്കുന്നതിനാണല്ലോ ഒരു കോൺഗ്രസിന്റെ പതാക ഉപേക്ഷിക്കുന്ന നിലയുണ്ടായത്. അത് ഞാൻ പറഞ്ഞല്ലോ. BJP ഉയർത്തിയ ആക്ഷേപം ലീഗിന്റെ പതാക അത് പാകിസ്ഥാൻ പതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അന്ന് പ്രചരണം നടത്തിയത്. അന്ന് അതിനെ ശരിയായ രീതിയിൽ നേരിടാൻ കോൺഗ്രസ് തയ്യാറായോ? കോൺഗ്രസ് പറയേണ്ടിയിരുന്നത് എന്താ? ഇത് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അവർ ഞങ്ങളുടെ കൂടെയുണ്ട്, അവരുടെ പതാകയാണ്, പാകിസ്ഥാൻ പതാകയല്ല എന്നവർ ഉറപ്പിച്ച് പറയണ്ടേ? അത് പറയാനുള്ള രാഷ്ട്രീയ ആർജവം അവർക്കുണ്ടായോ? എന്നാൽ ലീഗിൻ്റെ ഗതികേട് ആലോചിച്ച് നോക്ക്. സ്വന്തം പതാക പോലും എടുത്ത് നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥ ഒരു മുന്നണിക്കകത്ത് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ എത്ര വലിയ ഗതികേടിലാണ് അവർ. എന്തൊരു സഹതാപാർഹമായ നിലയാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് അന്നത് പറഞ്ഞത്. ഈ ലീഗിൻ്റെ കാര്യത്തിനകത്ത് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ? ഇപ്പോൾ പലപ്പോഴും CPIM നേതാക്കൾ പറയാറുള്ളത് നയപരമായി ലീഗിന് അധികകാലം UDF തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ PMA സലാം, K സുധാകരൻ വിവാദമൊക്കെ അധികകാലം ആയില്ലല്ലോ. സുധാകരൻ്റെ കോട്ട് അടുത്ത ജന്മം പട്ടിയാകുമെന്ന് കരുതി ഇപ്പോഴേ കുരക്കണോ എന്നുള്ളതാണ് PMA സലാമിൻ്റെ മറുപടി. മൃഗങ്ങളുടെ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാറില്ല. ഇതൊന്നും സാധാരണഗതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം താങ്കളും താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയും നടത്തിയിട്ടില്ലേ, നടത്തുന്നുണ്ടോ? ലീഗിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു പ്രതീക്ഷയില്ല. കാരണം ലീഗാണ് UDFൻ്റെ നട്ടെല്ല്. ലീഗില്ലാത്തൊരു UDFന് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പം അതിലങ്ങ് ഉറച്ചു നിൽക്കുന്ന നിലയാണ് ലീഗ് സ്വീകരിച്ചു പോകുന്നത്. അത് ആ നിലക്ക് നടക്കട്ടെ എന്നുള്ളത് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരെ അടർത്തിയെടുക്കുക, അങ്ങനെയൊരു വല്ലാതെ ഗതികെട്ടിയ അവസ്ഥയൊന്നും LDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും നിഷ്കളങ്കമായിട്ടാണോ കാര്യങ്ങൾ? അതായത് കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തേക്ക് അബ്ദുൽ ഹമീദ് വന്നിരിക്കുന്നു. നമ്മൾ ഗൾഫിൽ നിന്ന് കേൾക്കുന്നത് അവിടെ ഈ അവിടുത്തെ ഒരു സമിതിയിൽ CPM-ഉം അതുപോലെ തന്നെ ലീഗും സഹകരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട CPM വിമർശകനായ ET മുഹമ്മദ് ബഷീർ തന്നെ ക്ഷണിച്ചാൽ പോകുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരു പാലം എവിടെയോ ഉരുണ്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല. അതായത് അതൊരു ആദ്യം പറഞ്ഞത് ഭരണപരമായ നടപടിയാണ്. ഭരണപരമായ നടപടിയിൽ നാം കാണേണ്ടത് കേരള ബാങ്കിൻ്റെ സംവിധാനം വരുന്നു. കേരള ബാങ്കിൻ്റെ സംവിധാനം വരുമ്പോൾ മലപ്പുറത്ത് എടുത്താൽ മലപ്പുറത്ത് ലീഗിനാണ് സാധാരണഗതിയിൽ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ നല്ല സ്വാധീനമുള്ളത്. അപ്പോൾ ഈ ഒരു ന്യായമായ ഷെയർ കൊടുത്താൽ തന്നെ ലീഗിനവിടെ സ്ഥാനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. അതുകൂടി ഞങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. സാധാരണഗതിയിൽ അവർക്ക് അർഹതപ്പെട്ടതാണ്, അത് അവർക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമേ അതിനകത്ത് കാണേണ്ടതായിട്ടുള്ളൂ. അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പ്രവാസികളുടെ ഇടയിൽ അതെ, ഷാർജ ഇന്ത്യൻ അസോസിയേഷനൊക്കെ സാധാരണഗതിയിൽ പല തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ അവിടെ നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും പിന്നെ മറ്റ് വിഭാഗങ്ങളും എല്ലാം പങ്കെടുത്തുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അത് അവിടുത്തേതായ സാഹചര്യത്തിൽ വരുന്നതാണ്. അവിടെ നേരത്തെ റഹീമും കൂട്ടറും ഒക്കെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്നുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. അത് കോൺഗ്രസ് നിർബന്ധമായി അവരോട് അങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന് മറ്റോ പറയുന്നൊരവസ്ഥ വന്നപ്പോഴാണ് അങ്ങനെയൊരു നില വന്നത്. ഞങ്ങളതിലൊന്നും ഇടപെടാൻ പോയിരുന്നില്ല. അവിടുത്തെ അന്തരീക്ഷത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ നടത്തുന്നതിന് ഇവിടുത്തെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യം എന്താണ്? അത് ആ നിലക്ക് നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. സ്പർദ്ധ കുറഞ്ഞു എന്നുള്ളതാണ്. ET മുഹമ്മദ് ബഷീറൊക്കെ സാധാരണഗതിയിൽ ET മുഹമ്മദ് ബഷീർ പ്രസ്താവന നടത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ നില ഇതാണ്. ഞങ്ങൾ അവരെ ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരാണ് UDFൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത്. അവരില്ലാത്തൊരു UDFനെ പറ്റി അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ എല്ലാ സൗകര്യത്തോടും കൂടി അവിടെ നിൽക്കട്ടെ.